ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അവർ വേൾഡ്. ഗോവയിൽ വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. ഹോട്ടൽ പാർക്ക് അവന്യൂ നിയർ ദ കാലിംഗൂട്ട് ബീച്ച്. തലേന്ന് രാത്രി 1 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ റൂമിലെത്തിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അഗോഡ ഫോർട്ട് കാണാൻ പോവുകയാണ്. രാവിലെ 11 മണിയായപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ടിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ട് ഫോർട്ടിൻ്റെ അകത്ത് കയറി. കോട്ടയ്ക്ക് പുറത്തായിട്ട് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ടൂറിസ്റ്റിനെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഗ്ലാസ്സുകൾ, സൺഗ്ലാസ്സുകളും ക്യാപ്പുകളും അങ്ങനെ ജ്യൂസ്, മിനറൽ വാട്ടർ അങ്ങനെ അതൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് പുറത്ത് തന്നെ. ഞങ്ങൾ പോയ ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നോർത്ത് ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ടിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ 1609 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1612 ഇതിൻ്റെ പണി പൂർത്തിയായി. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് അഗോഡ ഫോർട്ട്. അഗോഡ എന്ന വാക്കിനർത്ഥം ശുദ്ധജലം എന്നാണ്. കോട്ടയ്ക്കകത്ത് ശുദ്ധജല ഉറവയും ശുദ്ധജല സംഭരണിയും ഉള്ളതുകൊണ്ട് തന്നെ പോർച്ചുഗീസിൻ്റെ കപ്പൽ ജീവനക്കാർ ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത് ഇവിടെ നിന്നാണ്. 1864 ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നത്. 4 നിലകളുള്ള ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈറ്റ് ഹൗസാണ്. നോർത്ത് ഗോവയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കാൻഡോളിമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 400 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഫോർട്ടാണ് അഗോഡ. ഒരു ചെറിയ ഇടവഴിയിലൂടെ നമ്മൾ അകത്തോട്ട് കയറുമ്പം കോട്ടയുടെ ചരിത്രവും പഴയകാല ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറി ആദ്യം തന്നെ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. കോട്ടയ്ക്കകത്ത് വിശാലമായ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾ വന്ന ഉടനെ അവിടെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഇത്രയും നേരം കാറിലിരുന്ന് മടുത്തതല്ലേ, അവരവിടെ ഓടിക്കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ സൗണ്ട് വയ്ക്കുമ്പോൾ നന്നായിട്ടോ എക്കോ വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയി.